നമസ്കാരം. ഒരു ഏകാധിപതിയുടെ പതനം എപ്പോഴും സന്തോഷം തരുന്നൊരു വാർത്തയാണ്. അത്തരത്തിൽ ഭാരതീയർക്കൊട്ടാകെ, പ്രത്യേകിച്ച് ഹൈന്ദവ വിശ്വാസികൾക്ക്, ഹിന്ദുമതത്തിലെ ആളുകൾക്ക് സന്തോഷം തന്ന ഒരു വാർത്തയായിരുന്നു മമതാ ബാനർജിയുടെ പതനം. ഇപ്പോൾ മമതാ ബാനർജിയെ വീണ്ടും ഉദ്ധരിക്കുന്നത്, അല്ലെങ്കിൽ മമതാ ബാനർജിയുടെ വാർത്ത വീണ്ടും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്, മമതാ ബാനർജിക്ക് എന്തെങ്കിലും പ്രസക്തി ഇപ്പോൾ ഭാരതത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഉണ്ടായത് കൊണ്ടല്ല. അവരുടെ ഭൂമിക കഴിഞ്ഞു, അവരുടെ റോൾ കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഒരു ഉയർത്തെഴുന്നേൽപ്പ് അവർക്കുണ്ടെങ്കിൽ ഇന്ത്യ ബ്ലോക്കിൻ്റെ ഒരു സമ്മേളനം നടക്കുന്നുണ്ടല്ലോ, ഒരു യോഗം നടക്കുന്നുണ്ടല്ലോ, അതിൽ എന്തെങ്കിലും തീരുമാനിക്കപ്പെടണം. അതിനുള്ള സാധ്യതയും കുറവാണ്, അതിലേക്ക് ഞാൻ വരാം. പക്ഷേ മമതാ ബാനർജിയുടെ കാര്യം ഇപ്പോൾ പറയുന്നത്, അടിസ്ഥാനപരമായിട്ട് മമതാ ബാനർജിയുടെ കഴിഞ്ഞ 15 വർഷക്കാലങ്ങളിലെ ഭരണം ഒരു ദുർഭരണം തന്നെയായിരുന്നു പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ച് എല്ലാ തരത്തിലും. അതിൽ തന്നെ ഏറ്റവും അവസാനത്തെ ഒരു 5 വർഷങ്ങളുണ്ടല്ലോ, അതിൽ അവരുടെ അനന്തരവനായ അഭിഷേക് ബാനർജി അവരുടെ ഭരണത്തിൽ കൈകടത്തി തുടങ്ങി, അല്ലെങ്കിൽ ഭരണത്തിൽ ഇടപെട്ട് പൂർണ്ണമായും ഏതാണ്ട് അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നതിന് ശേഷം പശ്ചിമ ബംഗാളിൻ്റെ ഒരു രാഷ്ട്രീയ പ്രതലം അല്ലെങ്കിൽ ഭൂമിക മാറ്റിമറിച്ചത് ബംഗ്ലാദേശികളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിച്ച്, പശ്ചിമ ബംഗാളിൽ സ്ഥാപിച്ച്, അവർക്ക് വ്യാജ തിരിച്ചറിയൽ കാർഡുകളെല്ലാം കൊടുത്ത് അവരുടേതായിട്ടുള്ളൊരു വോട്ട് ബാങ്ക് നിർമ്മിച്ചുകൊണ്ടായിരുന്നു. കാരണം ആ ഒരു വോട്ട് ബാങ്കിൻ്റെ ശക്തിയിൽ തങ്ങൾക്ക് എല്ലാ കാലവും അടുത്തൊരു 5 വർഷങ്ങൾ കൂടി മമതാ ബാനർജി, അത് കഴിഞ്ഞ് അവർ കേന്ദ്രത്തിലേക്ക് പോകുന്നു, അഭിഷേക് ബാനർജി അവരുടെ കയ്യിൽ നിന്ന് ഭരണമേറ്റെടുത്ത് തുടർന്നു പോകുന്നു. ഒരു 50 വർഷങ്ങൾക്കത്തേക്കുള്ള മുന്നോട്ടുള്ള പദ്ധതികൾ അവർ തയ്യാറാക്കിയിരുന്നു. ആ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഈ പശ്ചിമ ബംഗാളിൽ കൊണ്ടുവന്ന ഈ ബംഗ്ലാദേശികളെന്ന് പറയുന്നത് അടിമുടി ജിഹാദിവൽക്കരിക്കപ്പെട്ടൊരു മനസ്സുമായിട്ട് വന്നൊരു സമൂഹമായിരുന്നു. അവരെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി ഹൈന്ദവ വിശ്വാസങ്ങളെ സമാനതകളില്ലാത്ത രീതിയിൽ അവർ ധ്വംസിച്ചിരുന്നു. ദുർഗാപൂജ പശ്ചിമ ബംഗാളിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ദുർഗാപൂജയിൽ നിന്നാണ് പശ്ചിമ ബംഗാൾ ഉണ്ടായത്, അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിലാണ് ദുർഗാപൂജ ഉണ്ടായത് എന്ന് ഒക്കെ വേണമെങ്കിൽ മാറി മാറി പറയാവുന്ന തരത്തിൽ പശ്ചിമ ബംഗാളുമായി ഇഴചേർന്ന് കിടക്കുന്ന, പശ്ചിമ ബംഗാളിൻ്റെ സംസ്കാരവും ചരിത്രവുമായി ഇഴചേർന്ന് കിടക്കുന്ന ഒരു ആരാധനാക്രമമാണ് ദുർഗാപൂജ. ആ ദുർഗാപൂജയ്ക്ക് പോലും വിലക്കുകൾ സൃഷ്ടിച്ച്, തടസ്സങ്ങൾ സൃഷ്ടിച്ച് ഇസ്ലാമിക പ്രീണനം നടത്തുവാൻ ശ്രമിച്ചു കൊണ്ടിരുന്ന മമതാ ബാനർജി ഈ കഴിഞ്ഞ ദിവസം കാളിഘട്ടിലെത്തി. കാളിഘട്ട് എന്ന് പറയുന്നത് അവർ ജനിച്ചു വളർന്ന പ്രദേശമാണ്. അവിടുത്തെ കാളിമാതാവിൻ്റെ ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. അവിടെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഒരു വരിയിൽ നിന്ന് ദർശനം നടത്തി പോകുന്ന മമതാ ബാനർജി, ഒരു വരിയിൽ നിന്ന് ദർശനം നടത്തുന്ന രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത് പൊതുവെ ഒരു പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത് ലാളിത്യത്തിൻ്റെ പ്രതീകമാണ്. കണ്ടോ എത്ര ലളിത ജീവിതമാണ് അവർ നയിക്കുന്നത്. മമതാ ബാനർജിയുടെ ഒരു അടിസ്ഥാന പ്രതിച്ഛായ തന്നെ ഈ ഒരു ലാളിത്യത്തിൽ ഊന്നിയിട്ടുള്ളതായിരുന്നു. കാരണം വെള്ള സാരി, നീലയോ പച്ചയോ ബോർഡറുകളുള്ള സാധാരണ വെള്ള സാരി, ഹവായി ചപ്പൽ, ഒരു ആപ്പിൾ വാച്ച് കയ്യിൽ കെട്ടിയിട്ടുണ്ട്. കുറേ കഴിഞ്ഞപ്പോൾ 2 കയ്യിലും വാച്ചുകൾ കെട്ടാൻ തുടങ്ങി. ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കണ്ണാടി. ഇത്രയേ ഉള്ളൂ അവരുടെ ഒരു വസ്ത്രധാരണ രീതി, ഫാഷൻ സെൻസ് എന്ന് വേണമെങ്കിൽ പറയാം. വളരെ ലളിതമായ ജീവിതം, ചെറിയൊരു വീട്ടിലാണ് താമസിക്കുന്നത്. ഇതൊക്കെയായിരുന്നു അവർ പ്രചരിപ്പിച്ചിരുന്ന അവരുടെ ഒരു പ്രതിച്ഛായ. പക്ഷേ വലിയ അഴിമതികൾ അവരെ പിൻപറ്റി അവർക്ക് വേണ്ടി നടന്നിരുന്നു എന്നുള്ളത് ഇപ്പോൾ വെളിവായി വരുന്നുണ്ട്. നേരത്തെ തന്നെ അറിയാമായിരുന്നു, ഇപ്പോൾ തെളിവുകൾ സഹിതം അത് പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ലാളിത്യത്തിൻ്റെ പ്രതിച്ഛായയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ വരിയിൽ നിന്നത് എന്നുള്ളത് ഇനി ചിലവാകുന്നൊരു പ്രചാരണ തന്ത്രമല്ല. പക്ഷേ അവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, ആ ഒരു വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ സാധ്യമാകുമെങ്കിൽ പ്രേക്ഷകരൊന്ന് കാണുക. കോപ്പിറൈറ്റിൻ്റെ പ്രശ്നങ്ങളില്ലെങ്കിൽ ഈ വിശകലനത്തിനൊപ്പം അത് ചേർക്കുവാൻ ശ്രമിക്കാം. ആ വീഡിയോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആളും ആരവവും ഒന്നുമില്ലാതെ, ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ചിലർ മാത്രം മൊബൈലിൽ ആ ഒരു വീഡിയോ എടുക്കുവാൻ ശ്രമിക്കുന്ന ഒരു മമതാ ബാനർജിയാണ്. അവരുടെ മുഖത്ത് യാതൊരു വികാരവുമില്ല. അതായത് അവരുടെ പതനം ഏതാണ്ട് മനസ്സുകൊണ്ട് അവർ സ്വീകരിച്ച് കഴിഞ്ഞു എന്നുള്ളൊരവസ്ഥയിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു എന്ന് വേണം അവരുടെ ശരീരഭാഷയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആദ്യമേ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഇനി അവരുടെ ഉയർത്തെഴുന്നേൽപ്പിനുള്ള ഒരു സാധ്യത ഇന്ത്യ മുന്നണിയുടെ ഒരു യോഗത്തിലാണ് ഉണ്ടാകുവാൻ പോകുന്നത്. ഡൽഹിയിൽ ഇപ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധി വിളിച്ചു ചേർത്തിരിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ യോഗം, അതിൽ തന്നെ നിരവധി അസ്വാരസ്യങ്ങളുണ്ട്. DMK ഉൾപ്പെടെയുള്ളവർ വിട്ടുനിൽക്കുകയാണ്. കാരണം തമിഴ്നാട്ടിൽ കോൺഗ്രസ് കാണിച്ച ചതിക്ക് ശേഷം DMK കോൺഗ്രസുമായി ഒത്ത് രാഷ്ട്രീയ പദത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളത് തീർത്തും അസാധ്യം തന്നെയാണ്. കാരണം ഒരുപക്ഷെ DMKയുടെ ഭാവി തന്നെ തമിഴ്നാട്ടിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. അത്തരത്തിൽ ഒപ്പം നിൽക്കുന്ന നേതാക്കന്മാർ തന്നെ സ്റ്റാലിൻ്റെ മേൽ ചോദ്യശരങ്ങൾ ഉയർത്തിയേക്കാം, അല്ലെങ്കിൽ വിരൽ ചൂണ്ടിയേക്കാം സ്റ്റാലിന് നേരെ. അതുകൊണ്ട് തന്നെ DMK ഇന്ത്യ മുന്നണിയിൽ നിന്ന് പുറത്തെത്തിക്കഴിഞ്ഞു. ഇപ്പോൾ തന്നെ
ലോക്സഭയിലും രാജ്യസഭയിലുമൊക്കെ അവർ പ്രത്യേക വിഭാഗമായിട്ടാണ് ഇരിക്കുവാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ അവർ കൃത്യമായി തന്നെ സഭാധ്യക്ഷന്മാർക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു. ശരത് പവാറിൻ്റെയും ഉദ്ധവ് താക്കറെയുടെയും എല്ലാം വിഭാഗങ്ങൾ NCP ആണെങ്കിലും അതിനെയൊന്നും യഥാർത്ഥ NCP എന്നോ യഥാർത്ഥ ശിവസേനയെന്നോ യഥാക്രമം നിയമപ്രകാരം വിളിക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ശരത് പവാറിൻ്റെയും ഉദ്ധവ് താക്കറെയുടെയും എന്ന് പറഞ്ഞ് അവരുടെ വിഭാഗങ്ങളെല്ലാം തന്നെ പല ചോദ്യങ്ങളും ഉന്നയിച്ച് പല സംശയങ്ങളും പ്രകടിപ്പിച്ച് വരണമോ വേണ്ടയോ എന്നുള്ള ഒരു ആശങ്ക പരത്തി നിൽക്കുകയാണ്. വരുമോ ഇല്ലയോ എന്നുള്ളൊരാശങ്ക. അതിനോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിയും ഈ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നാണ് അവസാനമായി അറിയുവാൻ കഴിയുന്നത്. പങ്കെടുത്താലും ഇല്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല, ഒരു കാര്യവുമില്ല എന്നുള്ളത്. ഈ എന്താ പറയുന്നത്, നായോടിയിട്ടിട്ട് കാര്യവുമില്ല, നായ്ക്കിരിക്കാൻ നേരവുമില്ല എന്ന് പറഞ്ഞതുപോലെ അവസ്ഥയിൽ കിടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണെങ്കിൽ നിരവധി ചോദ്യങ്ങൾ രാഹുൽ ഗാന്ധിയോട് വിശദീകരണങ്ങൾക്ക് വേണ്ടിയിട്ട് ഉന്നയിച്ചിട്ടുണ്ട്. MA ബേബി ഉൾപ്പെടെയുള്ളവർ. ഇതിന് ഉത്തരം തന്നാലേ ഞങ്ങൾ വരികയുള്ളൂ, ഉത്തരം കൊടുത്താലും ഇല്ലെങ്കിലും അവർ പോകുമെന്നുള്ള കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല. അത്തരമൊരവസ്ഥയിലാണ് ഇന്ത്യ മുന്നണിയുടെ യോഗം നടക്കാൻ പോകുന്നത്. അവിടെ ചെന്ന് മമത ഞാനിതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാം, എന്നെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാജഗാന്ധി കുടുംബം അത് അംഗീകരിച്ച് കൊടുക്കുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരത്തിലാണ് മമതയുടെ രാഷ്ട്രീയ ഭാവി ഊഞ്ഞാലാടുന്നത്, അല്ലെങ്കിൽ തൂങ്ങിക്കിടക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു പതനത്തിലേക്ക് മമതാ ബാനർജി പോകുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, മമതാ ബാനർജിക്ക് എന്തെങ്കിലും ഒരു പ്രസക്തി ഉണ്ടായതുകൊണ്ടല്ല അവരെ വീണ്ടും ഒരു വിശകലന വസ്തുവായി അല്ലെങ്കിൽ ഒരു വിശകലനത്തിലുള്ള ഒരു ഉപാധിയായി അവരുടെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വാർത്ത പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പ്രശ്നം പശ്ചിമ ബംഗാൾ തന്നെയാണ്. കാരണം ഒരു പ്രദേശത്തിൻ്റെ സംസ്കൃതിയെ തന്നെ നശിപ്പിക്കുവാനുള്ള ഒരു ശ്രമത്തെ ചെറുത്ത് തോൽപ്പിച്ച പശ്ചിമ ബംഗാൾ നിവാസികൾക്ക് ഇനി സുവേന്ദു അധികാരിയുടെ സർക്കാരിൽ നിന്ന് വേണ്ടത്, അവർ പ്രതീക്ഷിക്കുന്നത് ആ സംസ്ഥാനത്തിൻ്റെ വികസനമാണ്. കാരണം 17-ാം നൂറ്റാണ്ടിൽ ഭാരതത്തിൻ്റെ എന്നല്ല ലോകത്തിൻ്റെ തന്നെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി പിടിച്ചിരുന്നതിൽ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്ന പ്രദേശമാണ് പശ്ചിമ ബംഗാൾ പ്രദേശം. പശ്ചിമ ബംഗാളല്ല, അന്നത്തെ ബംഗാൾ, അവിഭക്തമായി കിടന്നിരുന്ന ബംഗാളിൽ ഒരു വ്യവസായങ്ങളും മറ്റ് ക്രയവിക്രയങ്ങളും കൃഷിയും എല്ലാം വളരെയധികം സമൃദ്ധമായി തന്നെ ഉണ്ടായിരുന്നു. അതെല്ലാം കാലങ്ങളായി ആദ്യം ബ്രിട്ടീഷുകാർ, പിന്നെ കോൺഗ്രസ്സുകാർ, പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ, അതിനുശേഷം മമതാ ബാനർജിയുടെ ഇങ്ങനെ 4 ഭരണകൂടങ്ങളുടെ കീഴിൽ 12-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയ ഈ ഒരു സാമ്പത്തിക ശാക്തീകരണം 5 നൂറ്റാണ്ടുകളോളം തുടർന്നു. അതിനു മുൻപ് തന്നെ ബംഗാൾ പ്രദേശം സമൃദ്ധമായിരുന്നു. ഭാരതത്തിൻ്റെ ഏറ്റവും സമൃദ്ധമായ ഭൂമികളിൽ ഒന്നായിരുന്നു, പ്രദേശങ്ങളിൽ ഒന്നായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ക്രോഡീകരണമെല്ലാം 12-ാം നൂറ്റാണ്ടിൽ കൃത്യമായി ആധുനിക കാലത്തെ കാര്യമാണ് പറയുന്നത്. പുരാതന ഇതിഹാസ സംബന്ധമായിട്ടുള്ള ചരിത്രത്തിലേക്കല്ല ഞാൻ പോകുന്നു. സമൃദ്ധമായിരുന്ന ഈ പ്രദേശത്തെ നശിപ്പിച്ച് ഏതാണ്ടൊരു ദരിദ്രനാരായണന്മാരുടെ നാടാക്കി മാറ്റിയ ഇതിൻ്റെ അവസാനത്തെ പ്രതിനിധിയായിരുന്നു മമതാ ബാനർജി. അവർ പടിയിറങ്ങി പോകുമ്പോൾ സുവേന്ദു അധികാരിയിൽ നിന്ന് പശ്ചിമ ബംഗാളിലെ ജനം പ്രതീക്ഷിക്കുന്നത് വികസനമാണ്. ഒരു രാത്രി കൊണ്ട് 17-ാം നൂറ്റാണ്ടിലെ കീർത്തിയിലേക്കും സമ്പൽ സമൃദ്ധിയിലേക്കും എത്താമെന്നുള്ള പ്രതീക്ഷ ആർക്കുമില്ല. പക്ഷേ അതിനുള്ള തുടക്കം കുറിക്കുവാൻ സുവേന്ദു അധികാരി ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിന് ഏറ്റവും വലിയ വിഘാതമായി സുവേന്ദു അധികാരിയുടെ മുൻപിൽ ഉയർന്നു വരുവാൻ പോകുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ തിരിച്ചുവരവിനുള്ളൊരു സാധ്യതയാണ്. കാരണം മമതാ ബാനർജിയുടെ കാലത്ത് അവർ ഏകാധിപതി ആയിരുന്നത് കൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയാണ് അവർ അധികാരത്തിലെത്തിയതെന്നുള്ളത് കൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകാർ വളരാതെ അവർ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ടുള്ള ദോഷങ്ങൾ പശ്ചിമ ബംഗാൾ അനുഭവിച്ചിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരില്ലാത്തത് കൊണ്ടല്ല, മമതാ ബാനർജി അധികാരത്തിൽ വന്നതുകൊണ്ട്. ഇനി സുവേന്ദു അധികാരി നേരിടുവാൻ പോകുന്നത് മമതാ ബാനർജി അധികാരത്തിലോ അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ സജീവമായി പ്രവർത്തിക്കുന്നതോ കൊണ്ടുള്ള പ്രശ്നങ്ങളല്ല, കമ്മ്യൂണിസ്റ്റുകാരുടെ തിരിച്ചുവരവാണ്. തിരിച്ചുവരവെന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്ന അടുത്ത തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റുകാർ ശക്തി കാട്ടി പകുതി സീറ്റുകൾ നേടി സഭയിൽ പ്രധാന പ്രതിപക്ഷമാകുമെന്നല്ല, പക്ഷേ ഏതൊരു വികസന പ്രവർത്തനത്തിനും തടയിടുവാൻ ഉള്ള ശക്തിയായി സമരങ്ങൾ ഉണ്ടാക്കി, തെരുവിൽ കലാപങ്ങളുണ്ടാക്കി പശ്ചിമ ബംഗാളിൻ്റെ സമാധാന ജീവിതത്തിൽ കാലുഷ്യം കലർത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരുപക്ഷെ സാധിച്ചേക്കും. അതിനെയാണ് സുവേന്ദു അധികാരി ഇനി നേരിടുവാൻ പോകുന്നത്. പക്ഷേ അതിലേക്കുള്ളൊരു നേരിടലിന് വേണ്ടിയിട്ടുള്ള വളരെ തന്ത്രപരമായിട്ടുള്ളൊരു നീക്കം BJPയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഋതുപർത്താ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക തൃണമൂൽ കോൺഗ്രസ് വിഭാഗം ഇപ്പോൾ പ്രധാന പ്രതിപക്ഷമായി നിയമസഭയിൽ ഇരിക്കുന്നത് ആ ഒരു ചുവടുവെപ്പിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. എന്തായാലും കമ്മ്യൂണിസ്റ്റുകാരെ സുവേന്ദു അധികാരി വരും ദിവസങ്ങളിൽ എങ്ങനെ കൈകാര്യം ചെയ്യും, പശ്ചിമ ബംഗാളിൻ്റെ വികസന പ്രവർത്തനങ്ങളെ സുവേന്ദു അധികാരി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതെല്ലാം
കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. പക്ഷേ അതൊന്ന് സൂചിപ്പിച്ച് പ്രേക്ഷകരുടെ അറിവിലേക്കായി, അല്ലെങ്കിൽ പ്രേക്ഷകരുമായുള്ള ഒരു സംവാദത്തിനുള്ള അവസരത്തിന് വേണ്ടിയിട്ട് ആ ഒരു വാതിൽ തുറന്നിടുവാൻ വേണ്ടിയാണ് മമതാ ബാനർജിയിൽ നിന്ന് പശ്ചിമ ബംഗാളിൻ്റെ ഈ ഒരു വിശകലനം തുടങ്ങിയത്. ഇത് സംബന്ധിച്ച്, ഈ പറഞ്ഞ കാര്യങ്ങൾ സംബന്ധിച്ച്, മമതാ ബാനർജിയുടെ പതനമാകട്ടെ, ബംഗാളിൻ്റെ വരും ദിവസങ്ങളിൽ, പശ്ചിമ ബംഗാളിൻ്റെ വരും ദിവസങ്ങളിലുള്ള വികസന സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളാവട്ടെ, അതിൽ സുവേന്ദു അധികാരി എടുക്കുവാൻ പോകുന്ന ചുവടുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു തീരുമാനമുണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട്, അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ എങ്ങനെ ഒരു പ്രാതിനിധ്യം വഹിക്കും, അല്ലെങ്കിൽ എതിരാളികളായി വന്നു ഭവിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.